ഹേ ഗായ്സ്, അങ്ങനെ ഫൈനലി കുഞ്ഞിൻ്റെ അടുത്തോടെ ഞാൻ ആഫ്റ്റർ 3 ലോങ് വീക്സ് തിരിച്ചു പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു ആ ചെസ് ബോർഡ് കാണാനായിട്ട്. സോ എക്സൈറ്റഡ് ടു സീ ഹിം. അങ്ങനെ ബോർഡിംഗ് ആയി, നമ്മൾ ഫ്ലൈറ്റിൽ കയറി. വിൻഡോ സീറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു വികാരമാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മൂവായി. ഞാൻ ഭയങ്കര ഹാപ്പി എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും ദിവസം ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി മിസ് ചെയ്യായിരുന്നു. അങ്ങനെ എനിക്ക് എങ്ങനെയും അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു. ടിക്കറ്റ് കിട്ടാനായിട്ട് ഡിലേ ആവും തോറും ഐ വാസ് റിയലി അപ്സെറ്റ്. ടിക്കറ്റ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം രാത്രിയിൽ ഒരു 11:30 ആയപ്പോഴാണ് കൺഫേം ആയത്. അന്ന് രാത്രി ഐ കുഡൻറ്റ് ഈവൻ സ്ലീപ്പ് ബിക്കോസ് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിൽ നമുക്ക് ട്രാവലാണ്. ബിക്കോസ് 10 o'clock ഫ്ലൈറ്റ്. അപ്പോൾ ഒരു ഏർലി മോർണിംഗ് ഒരു 6:30 ആയപ്പോൾ തന്നെ എനിക്ക് ഇറങ്ങണമായിരുന്നു. അങ്ങനെ ചേച്ചിമാർ പെട്ടെന്ന് തന്നെ ഊബറൊക്കെ സെറ്റാക്കി നമ്മൾ ഏർലി മോർണിംഗ് 6:30 തന്നെ ഇറങ്ങി എത്തി. ഇപ്പോൾ ഫൈനലി ഫ്ലൈറ്റിലും കയറി. എന്ത് രസമല്ലേ നോക്കിയേ. ഇതെനിക്കൊന്നും നമ്മുടെ ന്യൂസിലൻഡിലെ മലനിരകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകാശവും അത്ര അടുത്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നും കാണുമ്പോൾ. എനിക്കാണെങ്കിൽ ഇങ്ങനെ നല്ല കട്ടി വെള്ള കളറിലെ കട്ടി മേഘങ്ങൾ കാണുമ്പോൾ എനിക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ തോന്നും. എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനൊരു ഫീലിംഗ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വെളുത്ത കട്ടി മേഘങ്ങൾ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് ഫണ്ണി റിയലി. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഈ വെള്ളമേഘങ്ങൾ കാണുമ്പോൾ. സ്പൂൺ കണ്ടിങ്ങനെ കോരി കോരി കഴിക്കാൻ തോന്നും. അങ്ങനെ ഫൈനലി നമ്മൾ സിംഗപ്പൂർ എത്തി കേട്ടോ. സിംഗപ്പൂർ ഒരു 4 hours ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ റിട്ടേൺ ടൈമിൽ അവിടെ സ്റ്റേ ഓവർ. നമ്മൾ വന്നപ്പോഴേക്കും നിയർലി 10 hours ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അവിടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ടെർമിനലിൽ പോകണമെങ്കിൽ നമ്മൾ സ്കൈ ട്രെയിൻ കയറി ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അങ്ങോട്ട് പോകണമായിരുന്നു. നല്ല രസമായിരുന്നു. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അങ്ങനെ അവിടെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പട്ടി ഷോയൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അനറ്റുണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ബോറിങ് തോന്നിയില്ലായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് എനിവേസ് നമ്മൾ 4 hours വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഫൈനലി we are together. Finally I met him. ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുമായിരുന്നു. ലിറ്ററലി ഐ ക്രൈഡ്. എനിവേസ് we are together now. ഇനിയിപ്പോൾ റിസൾട്ടിന് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പെന്ന് വെച്ചാൽ ഒരു 6 weeks ആണ് പറയുന്നത്. പക്ഷെ ഒരു 2.5 weeks വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫിംഗേഴ്സ് ക്രോസ്ഡ്, ഹോപ്പിംഗ് ഫോർ എ ഗുഡ് റിസൾട്ട്.